നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പപ്പി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. സത്യക്ക് എന്തുകൊണ്ടാണ് അസുഖം ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. ഞാനാണ് സത്യയുടെ ചെന്ന് സത്യയോട് പറയാൻ പോവാ. മാഡം, അവൻ പോയി കേട്ടോ. പിന്നാലെ വിട്ടോ. എവിടെങ്കിലും വെച്ച് നമുക്ക് പിടികൂടാം. അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. ശരി മാഡം. ഹലോ, സത്യമോൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നല്ല കുറവുണ്ട്. വിഷമിക്കേണ്ടെന്ന് പറ. അവളെ ആശ്വസിപ്പിക്കാൻ തന്നെ ഞാൻ അങ്ങോട്ട് വരുന്നേ. ഇങ്ങോട്ട് വരുന്നെന്നോ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല വിഷ്ണുട്ടാ. അവക്കിപ്പോ നല്ല കുറവുണ്ട്. മനസ്സിന്റെ വിഷമം മാറില്ലല്ലോ. കൊച്ചുകുട്ടിയല്ലേ. ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ തട്ടിയാ അത് മായാതെ അങ്ങോട്ട് കിടക്കും. വിഷ്ണുട്ടൻ എന്തൊക്കെയായി പറയുന്നേ? ശ്യാമ പറഞ്ഞ വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. എന്ത്? അച്ഛനെ കാണണമെന്ന് പറഞ്ഞ സത്യ വാശി പിടിക്കുന്നുണ്ടല്ലേ. അവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നറിയോ? സത്യയുടെ അച്ഛൻ ഞാനാന്ന് അവളോട് പറയാൻ പോവാ. വിഷ്ണുട്ടാ, ഞാനിത് പറയുന്നത് എനിക്ക് തന്നോടുള്ള വിശ്വാസത്തിന് പുറത്താ. സ്വപ്നത്തെ പോലും എന്നെ ചതിക്കില്ലെന്നുള്ള എന്റെ വിശ്വാസത്തിന്റെ പുറത്താ. വിഷ്ണുട്ടാ, സത്യം അങ്ങനെ നിർബന്ധം പിടിച്ചിരുന്നു, ശരിയാ. പക്ഷെ ഇപ്പൊ അവള് പൂർണ്ണമായി സുഖപ്പെട്ടു കഴിഞ്ഞു. കാര്യങ്ങൾ പതിയെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ധൃതി പിടിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്നേ ഞാൻ പറയൂ. എനിക്കറിയാടോ, എന്നെ അങ്ങോട്ട് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാ താനിങ്ങനെയൊക്കെ പറയുന്നേ. സത്യ പൂർണ്ണമായും സുഖപ്പെട്ടു എന്ന് എനിക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കണം. ഞാനാണ് അവളുടെ അച്ഛന്ന് അവളുടെ മുഖത്തു നോക്കി പറയുമ്പോ എനിക്ക് അവളുടെ കണ്ണിലെ തിളക്കം കാണണം. മാഡം, ആളെ കിട്ടി. ദേ അവിടെ നിൽക്കുന്നുണ്ട്. ശരി, വണ്ടി ഒന്ന് ഒതുക്കിക്കോ. അവൻ എങ്ങോട്ടാ പോകുന്നതെന്നൊന്ന് നോക്കട്ടെ. ശാലിനി, താൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവിടെ വന്ന് സത്യ കണ്ടിട്ടേ പോരൂ. ഇനി അതിനൊരു മാറ്റമില്ല. എന്തോ കാര്യമായ ഏനക്കേട് അവന് പറ്റിയിട്ടുണ്ട്. എന്നാ പിന്നതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ചോര കുടിക്കുന്ന അട്ടയുടെ മുന്നിലേക്ക് കാല് നീട്ടി കുടിച്ചോന്ന് പറയുമ്പോ എങ്ങനെ കുടിക്കാതെ പോകുന്നേ? കുടിച്ചു കളയാം. വണ്ടി നീ അവന്റെ പിന്നാലെ വിട്. ഇന്നവന്റെ മൂലവും പൂരാടോ അറിഞ്ഞിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. ശരി മാഡം. വിഷ്ണുട്ടാ, ഞാൻ പറഞ്ഞതല്ലേ ഇപ്പൊ സത്യക്ക് കുഴപ്പമൊന്നുമില്ല, വരണ്ടാന്ന്.
പപ്പി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. സത്യക്ക് എന്തുകൊണ്ടാണ് അസുഖം ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി. ഞാനാണ് സത്യയുടെ ചെന്ന് സത്യയോട് പറയാൻ പോവാ. വിഷ്ണുട്ട, പക്ഷെ ഇതൊന്നും സത്യാമ്മ വിശ്വസിക്കില്ല. എനിക്ക് വിശ്വാസമാണ്. എനിക്ക് തന്നെ വിശ്വാസമാണ്. ആ ഒരു ഉറപ്പിന്റെ പുറത്താ ഞാനിപ്പോ സത്യയുടെ അച്ഛനാണെന്ന് ഞാൻ അവളോട് പറയാൻ പോകുന്നേ. അവളെ വിളിക്ക്. വിഷ്ണുട്ട, പക്ഷെ സത്യാമ്മ വിശ്വസിക്കുന്നില്ല. പിന്നെ അത് എന്നെ ബാധിക്കുന്നതല്ല. എനിക്കിപ്പോ സത്യമാണ് മുഖ്യം. ഇതിന്റെ പേരിൽ എന്നെ അവള് സങ്കടപ്പെടരുത്. അത്രേ ഉള്ളൂ. വിഷ്ണുട്ട, സത്യയുടെ ശാരദാമ്മ സത്യ വിളിക്ക്. മോനെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇതൊന്നും സത്യാമ്മ അംഗീകരിച്ച് തരാത്ത കാലത്തോളം നിങ്ങൾക്ക് ഒരുമിച്ചൊരു ജീവിതം ഇല്ല. അപ്പൊ പിന്നെ സത്യക്ക് ഇങ്ങനെ ഒരു മോഹം കൊടുക്കണോ? ഇപ്പൊ അവൾക്ക് അച്ഛനില്ലെന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഉണ്ടെന്നറിഞ്ഞിട്ട് ഒന്നിച്ച് കഴിയാൻ പറ്റാത്തൊരവസ്ഥ വന്നാലോ? ആ കുഞ്ഞിന് താങ്ങാൻ പറ്റില്ല. അപ്പോഴും ഇപ്പൊ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എന്തോ കാര്യമായ സംഗതിയുണ്ട്. ഇല്ലെങ്കിൽ ഇത്ര ഓടിച്ചാടി ഇവൻ ഇതിനകത്തേക്ക് കയറില്ല. എന്താണെന്നറിയണം. ശാരദാമ്മ, എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല. സത്യന്റെ മകളാണെന്ന് ഞാൻ വിശ്വസിക്കുക. ആ ഉറപ്പിന്റെ പുറത്താ ഇനിയുള്ള എന്റെ ജീവിതം. എടാ, അതിന് വിശ്വസിക്കാനൊന്നും ഇല്ലടാ പൊട്ടൻചങ്കര. അത് നിന്റെ മോള് തന്നെയാ. പപ്പി നിന്റെ മോള് തന്നെയാ. ഇതൊക്കെ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയല്ലേ ഞാൻ നടക്കുന്നേ. ആ എന്നെയാണെങ്കിൽ നിനക്കൊന്നും ഒരു വിശ്വാസവും ഇല്ല. സത്യ വിളിക്കേ, എനിക്ക് അവളെ കാണണം. സത്യേ, മോളെ സത്യേ, സത്യമോളെ. ഹായ് ബിഗ് ഫ്രണ്ട്. ഇത് എപ്പോ വന്നു? മോൾക്ക് സുഖമില്ലാതിരിക്കാന്ന് പപ്പി പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.